ഹായ് ഫ്രണ്ട്സ്, കറിച്ചട്ടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്നറിയില്ല. മാമ്പഴ പുട്ട്. നല്ല പഴുത്ത മാങ്ങ ഉപയോഗിച്ച് പുട്ടുപൊടിയും കുഴച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല മഞ്ഞ കളറിലുള്ള ഒരു അടിപൊളി പുട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിനുവേണ്ടി നമ്മളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നത് ബങ്കനപ്പള്ളി മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പുട്ടുപൊടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പൊൻകതിരിന്റെ പുട്ടുപൊടിയാണ്. വളരെ നല്ല അടിപൊളി ഒരു പുട്ടുപൊടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീട്ടിലേക്ക് ഇടിച്ചുണ്ടാക്കുന്ന പുട്ടില്ലേ, പുട്ടുപൊടി, അതെങ്ങനെ ഉണ്ടാവുമോ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് പൊൻകതിരിന്റെ പുട്ടുപൊടി. ഇതിൽ ഉണ്ടാക്കേണ്ട രീതി അവർ മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം, പ്ലസ് അത് നമ്മൾ 20 മിനിറ്റില് നമ്മുടെ തേങ്ങ ചിരകിയതെല്ലാം കൂടി കുഴച്ച് വെച്ചിട്ട് ചെയ്യുന്ന പോലെ. അപ്പം നല്ല മയമായിട്ടുള്ള അടിപൊളി പുട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന പുട്ടുപൊടി പൊൻകതിരിന്റെ പുട്ടുപൊടിയാണ്. അപ്പോ മാങ്ങ ഉപയോഗിച്ച് എങ്ങനെ പുട്ടുണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് മാമ്പഴ പുട്ട് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, ഇതാ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പുട്ടുപൊടിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഈ ഒറ്റ ഗ്ലാസ് പുട്ടുപൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 കുറ്റിയുടെ അടുത്ത് നമുക്ക് പുട്ട് കിട്ടുന്നതാണ്. കാരണം ഇത് നനഞ്ഞു വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല വലുതായിട്ട് വരും തരികളെല്ലാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതേ കണക്കിന് കറക്റ്റ് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കും, കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ചേർക്കും. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞങ്ങൾ ഇവിടെ ഇടുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തേങ്ങ ചിരണ്ടിയതും വെള്ളവും ഒഴിക്കുക. 1 കൈപ്പിടി തേങ്ങ ചിരണ്ടിയതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അതിനുശേഷം വെള്ളം ഒഴിക്കുക. വെള്ളം കറക്റ്റ് 1 ഗ്ലാസ് തന്നെ. നമ്മൾ എത്രയാണോ പുട്ടുപൊടി എടുത്തത് അത്ര തന്നെ വെള്ളം ഉപയോഗിക്കുക. ഇനി 20 മിനിറ്റ് ഇത് നമ്മൾ അടച്ചു വെക്കുന്നു. ഈ നേരം നമുക്ക് മാമ്പഴത്തിന്റെ പരിപാടി നോക്കാം. ഞങ്ങൾ ഇതവിടെ യൂസ് ചെയ്യുന്നത് ബങ്കനപ്പള്ളി മാങ്ങയാണ്. നമുക്ക് വേറെ നാട്ടുമാങ്ങയോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് മാങ്ങ വേണേലും ഉപയോഗിക്കാം. പക്ഷെ നല്ല പഴുത്ത മാങ്ങയായിരിക്കണം എന്ന് മാത്രമാണ്. ഇപ്പൊ ബങ്കനപ്പള്ളി മാങ്ങപ്പം കിട്ടുന്നതിൽ അത്യാവശ്യം നല്ല മണവും ഗുണമുള്ളൊരു മാങ്ങയാണ്. നല്ല ഫ്ലഷിയാണ് മാങ്ങ. അപ്പം നമ്മൾ അതിന്റെ തൊലിയെല്ലാം ചെത്തുന്നുണ്ട്. ഇവിടെ ഞങ്ങള് മാമ്പഴപ്പുട്ടിന്റെ കുറെ റെസിപ്പികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മാമ്പഴത്തിന്റെ ചാറ് മാത്രം പുട്ടിലേക്ക് ഒഴിക്കുക. അതായത് പുട്ട് ആവി കയറ്റുന്ന അതിനു മുന്നേ പുട്ടുകുറ്റിയിലേക്ക് കയറ്റുന്ന ആ ടൈമിലേക്ക് മാമ്പഴത്തിന്റെ ചാറ് ഒഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. വേറെ പല ടൈപ്പ് ഞങ്ങൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ മാമ്പഴച്ചാറ് പുട്ടുപൊടിയിൽ കുതിർത്തി അത് മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് അതിനേക്കാളൊക്കെ കുറച്ചും കൂടി എളുപ്പ പരിപാടിയാണ് ചെയ്യാൻ നമുക്ക്. അതേപോലെ ഫില്ലിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് മാമ്പഴം നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ട് വെക്കുന്നതായിരിക്കും. അപ്പൊ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയോ വേറെ പഴോ അങ്ങനെ ഒന്നും കൂട്ടണ്ട. ഓൾറെഡി മാമ്പഴം തന്നെ ഒരു പഴമായിട്ട് ഇതിന്റെ കൂട്ടത്തിലുള്ളത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒന്നും ചേർക്കാൻ തന്നെ ഈസി ആയിട്ട് കഴിക്കാവുന്നതാണ്. നമ്മൾ ഇതിലൊരു 1/2 കഷ്ണം എടുത്തിട്ടാണ് ചാറാക്കുന്നത്. ബാക്കി കഷ്ണം നമ്മൾ ഇതിന്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരു 1/2 കഷ്ണം മാങ്ങ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ മിക്സിക്കകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇത് നല്ല
തിക്കായിട്ട് അടിച്ചിടണം. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നല്ല തിക്ക് ജ്യൂസി ആയിട്ട് നമുക്ക് ഇവനെ കിട്ടേണ്ടതാണ്. അടുത്ത പരിപാടിയാണ് നമ്മളെ ഫില്ലിങ്ങിലേക്ക് വേണ്ടിയുള്ള മാങ്ങകൾ ചെയ്തെടുക്കല്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണേലും ആക്കിയത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കുക. ഇത് നമ്മൾ തേങ്ങയുടെ കൂടെ കൂട്ടിയിട്ട് അലിഞ്ഞു പോകരുത് കേട്ടോ. തേങ്ങയുടെ കൂട്ടത്തില് പഞ്ചസാരയൊക്കെ ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഒരു ചെറിയ പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിന്റെ മേലെ വിതറാൻ വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നല്ല പഴുത്ത മാങ്ങയായത് കാരണം എന്തായാലും കുറച്ച് ഉടഞ്ഞു പോകും, എങ്കിലും കുഴപ്പമില്ല. ഈ പീസുകൾ നമ്മൾ തേങ്ങയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് ഫില്ലിങ് പോലെ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഈ ഒരു പരുവം, നല്ല കുഴമ്പ് പരുവത്തിൽ ഇങ്ങനെയാണ് നമ്മൾ പുട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു പരുവം കണ്ടല്ലോ അല്ലേ, നല്ല തിക്കായിട്ട്. അപ്പം നമ്മളിതാ എടുത്തു വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മളൊരു 3 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. 3 അല്ലെങ്കിൽ 2 ആയാലും മതി കേട്ടോ, കാരണം നമ്മുടെ മാമ്പഴത്തിന് തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പം അത് കാരണം ഒരുപാട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചു വെക്കുന്നു. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന നമ്മുടെ മാമ്പഴം ആഡ് ചെയ്യാണ്. എന്നിട്ട് അതും വലിയ കുഴയാത്ത തരത്തിൽ മെല്ലെ അങ്ങ് ഉടച്ച് നമ്മുടെ സ്പൂൺ കൊണ്ട് മെല്ലെ നമുക്ക് ലയിപ്പിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസുകൾ പോലെ നമുക്ക് കടിക്കാൻ കിട്ടണം കഴിക്കുമ്പോൾ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പുട്ട് നമ്മൾ ഏകദേശം വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയി. ഇനി നമുക്ക് നേരെ പുട്ട് ആവി കയറ്റാം. അപ്പം പുട്ടിലേക്ക് എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്, നമ്മുടെ പഴത്തിൻ്റെ ചാറ് മിക്സ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പുട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോണ്ടല്ല, ഇത് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് കാണാം. അപ്പം നമുക്കൊരു പേടിൻ്റെ, അയ്യോ ഇതൊക്കെ റെഡി ആയിട്ടുണ്ടോന്ന്. പക്ഷെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് മെല്ലെ ഒന്ന് കുഴച്ചെടുത്താൽ മനസ്സിലാവും. നല്ല മാർദ്ദവമുള്ള നല്ല പുട്ടുപൊടി. നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. ഈ പറഞ്ഞതുപോലെ പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ പുട്ടുണ്ടാക്കുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അയ്യോ ഈ പുട്ടിന് ചേരുന്ന വെള്ളം കറക്റ്റ് ആണോ, അല്ലെ പുട്ട് കട്ട പിടിച്ചു അങ്ങനെയൊക്കെ. ഈ പുട്ടാകുമ്പോൾ എന്താ കറക്റ്റാണ്. 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. അതുകൊണ്ട് എന്താ വേറെ കൺഫ്യൂഷൻ ഇല്ല. പുട്ട് നല്ല തരിതരിന്നുണ്ടാവും, നല്ല മൃദുവായിട്ടായിരിക്കും ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറ്റിയിലേക്ക് ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ ഫില്ലിംഗ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ പുട്ടുപൊടി ആഡ് ചെയ്യാണ്. ഒരു 2 കൈപ്പിടിക്ക് പുട്ടുപൊടി ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പഴത്തിന്റെ ചാറ് അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി വീണ്ടും അതിലേക്ക് നമ്മൾ നമ്മുടെ പുട്ടുപൊടി ആഡ് ചെയ്യുന്നു. അപ്പൊ ഏകദേശം മാങ്ങ വരുമ്പോൾ ഒരു ലെയർ പോലെ മാങ്ങ ഇരുന്നോളും, കുഴപ്പമില്ല. ഇനി കുറച്ചും കൂടി മാങ്ങയുടെ ഫില്ലിംഗ്, 1 സ്പൂണ് നമ്മുടെ ഫില്ലിംഗ് ആഡ് ചെയ്യുന്നു. കുറച്ച് പുട്ടുപൊടി ആഡ് ചെയ്യാം. ഇനി നമ്മുടെ മാങ്ങ ആഡ് ചെയ്യാം, മാങ്ങയുടെ പൾപ്പ്. കുറച്ചുകൂടി പുട്ടുപൊടി. ഓക്കെ, ഇനി ഇത്തിരി നമ്മുടെ തേങ്ങയും മാങ്ങയും മിക്സ്. ഇനി നമുക്ക് ഇവനെ നമ്മുടെ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല മണം കിട്ടും. നമ്മുടെ ഞാൻ പറയാലോ, ഈ മാമ്പഴൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോഴേ എന്താ മണം, നല്ല ആവി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക്
അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഞാൻ രുചിച്ച് നോക്കിയിട്ടുണ്ട് വേറൊരു പുട്ട്. അപ്പം എന്താ പറയാ, ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു തരാം കേട്ടോ, ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട്. ആ ഫില്ലിങ്ങും കൂട്ടി കുഴച്ചങ്ങ് കഴിക്കണം കേട്ടോ, കൊതി കൂർന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ നമ്മുടെ നല്ല മൃദുവായിട്ടുള്ള പുട്ടും തേങ്ങയും പഞ്ചസാരയും മാങ്ങ എല്ലാം കൂടി ചേർത്തതും കഴിക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ ഇടണം, ഇത് കഴിച്ചതിന് ശേഷമുള്ളത്. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പം ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് ഇനിയും കളിച്ചട്ടിൽ ഞങ്ങൾ വരുന്നതായിരിക്കാം. അപ്പം എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. സോ ബൈ ബൈ.